ഇത് ഭരണിക്കാവ്. ചരിത്രത്താളുകൾക്ക് സുവർണസ്പർശമേകിയ നാട്. നാം അറിയാതെ പോയ, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്ത ഒരുപാട് ചരിത്ര സത്യങ്ങൾ പറയാൻ ഇവിടുത്തെ മണ്ടരികൾക്ക് പോലും കഴിയും. ഓടനാട് എന്നറിയപ്പെടുന്ന ഓണാട്ടുകര പ്രദേശത്തിൻ്റെ ഭാഗമാണ് ഭരണിക്കാവ്. ഭരണിക്കാവ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നത് ഭരണിക്കാവ് ക്ഷേത്രമെന്ന സങ്കല്പമാണ്. ഹൈന്ദവരുടെ, പ്രത്യേകിച്ച് കേരളീയരുടെ ആരാധന രീതിയിൽ കടന്നു വന്ന ഒരു സമ്പ്രദായമാണ് കാവിലമ്മ സങ്കല്പം. ഒരു ഗ്രാമത്തിൻ്റെ പരിപാലകയും ഐശ്വര്യദായിനിയുമായ ദേവിയെ ഗ്രാമവാസികൾ മാതൃസങ്കല്പത്തിൽ കരുതി ആരാധിക്കുക എന്നതാണ് കാവിലമ്മ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം. ഇന്ന് ഭരണിക്കാവ് ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം വളരെ പണ്ട് ശൈവാരാധന നിലനിന്നിരുന്ന ഒരു വനപ്രദേശമായിരുന്നു എന്ന് പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ബുദ്ധമതത്തിൻ്റെ ആവിർഭാവവും അതിൻ്റെ ആശയങ്ങൾക്ക് ലോകമെമ്പാടും ലഭിച്ച സ്വാധീനവും ഭരണിക്കാവിലും പ്രാന്തപ്രദേശങ്ങളിലും ബുദ്ധമതത്തിൻ്റെ പ്രചാരത്തിന് വഴിയൊരുക്കി. ഈ പ്രദേശങ്ങളിൽ വെച്ച് ബുദ്ധമതത്തിന് കൂടുതൽ വേരുകൾ ലഭിച്ചത് ഇന്നത്തെ പള്ളിക്കൽ എന്നറിയപ്പെടുന്ന പ്രദേശത്തായിരുന്നു. ബുദ്ധമത വിഹാരങ്ങൾ അക്കാലത്ത് പള്ളി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ബുദ്ധവിഹാരങ്ങൾ ധാരാളം നിലനിന്നിരുന്ന പ്രദേശമായതുകൊണ്ടാകാം പള്ളിക്കലിന് പ്രസ്തുത പേര് ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു. പിന്നീട് ഇവിടെ നിന്നും ലഭിച്ച ബുദ്ധപ്രതിമയും മേൽപ്പറഞ്ഞ വസ്തുതകളെ സാധൂകരിക്കുന്നു. ഹിന്ദുമതത്തിൻ്റെ നവോത്ഥാനത്തോടുകൂടി ഈ പ്രദേശത്തു നിന്നും ബുദ്ധമതം അപ്രത്യക്ഷമായി തുടങ്ങി. ആ കാലഘട്ടത്തിലാണ് കേരളീയരുടെ ആരാധനാ രീതിയിൽ കാവിലമ്മ സങ്കല്പം ഉടലെടുത്തത്. അങ്ങനെ പണ്ട് ശൈവാരാധന നിലനിന്നിരുന്ന വനപ്രദേശത്ത് കാവിലമ്മ സങ്കല്പത്തിൽ ആരാധന ആരംഭിക്കുകയും ചെയ്തു. ഇന്നത്തെ ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ ആദ്യ രൂപം അങ്ങനെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിപുരാതനവും അനേകം പ്രത്യേകതകളോടും കൂടിയ കേരളത്തിലെ അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഭരണിക്കാവ് ദേവീക്ഷേത്രം. മാവേലിക്കര താലൂക്കിൽ കറ്റാനം മാവേലിക്കര റൂട്ടിൽ ഭരണിക്കാവ് ജംഗ്ഷന് സമീപത്തായി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രോൽപത്തിയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ പ്രചരിച്ചിട്ടുള്ള ഐതിഹ്യം ഇപ്രകാരമാണ്. വളരെ പണ്ട് പനക്കൽ, പണയിൽ എന്നീ കുടുംബങ്ങളിലെ കാരണവന്മാർ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി ഭജനമിരിക്കുകയും അവിടെ നിന്നും അവർക്കുണ്ടായ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ ദേവീ ചൈതന്യത്തെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിന് വടക്കു പടിഞ്ഞാറുള്ള പനക്കൽ വല്യച്ഛൻ, പണയിൽ വല്യച്ഛൻ എന്നീ ഉപദേവതാ ക്ഷേത്രങ്ങൾ മേൽപ്പറഞ്ഞ ഐതിഹ്യങ്ങൾക്ക് സാധുത നൽകുന്നു. കൂടാതെ ധനുമാസത്തിലെ ഭരണിക്ക് പനക്കൽ, പണയൽ എന്നീ വീടുകളിൽ നിന്നും കൈനീട്ടപ്പറ സ്വീകരിക്കുകയും ചെയ്യുന്നു. കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യം ഭരണിക്കാവിലെത്തിയ കാലത്ത് ദേവീ ചൈതന്യത്തിന് ഇരിപ്പിടം നൽകിയത് ഓലിക്കൽ കുടുംബത്തിലെ കാരണവന്മാരായിരുന്നു. അതിനാൽ ഇന്നും ദേവിയുടെ പീഠമെടുക്കുവാനും മെഴുവട്ടം പിടിക്കുവാനുമുള്ള അവകാശം ഓലിക്കൽ കുടുംബാംഗങ്ങൾക്കാണ്. ക്ഷേത്രസങ്കല്പത്തിൽ ശ്രീകോവിലിനുള്ള സ്ഥാനം വളരെ വലുതാണ്. ക്ഷേത്ര ഗോപുരം മുതൽ ഗർഭഗൃഹം വരെയുള്ള സൗധങ്ങളും പ്രാകാരങ്ങളും മനുഷ്യൻ്റെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ക്ഷേത്രദേവത വ്യക്തിയിലെ ആത്മചൈതന്യത്തിൻ്റെ പ്രതിബിംബം തന്നെ. അതിനാൽ ക്ഷേത്രങ്ങൾ നമ്മെ തന്നെ ദർശിക്കാനുള്ള കണ്ണാടികളാണ്. ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ തുല്യ പ്രാധാന്യമുള്ള 2 പ്രതിഷ്ഠകളാണുള്ളത്. വടക്കോട്ടും കിഴക്കോട്ടും തുറക്കാവുന്നതായ 2 വാതിലുകളോട് കൂടിയ ശ്രീകോവിലിൽ വടക്കോട്ട് ദർശനമായി ഭദ്രകാളിയെയും കിഴക്കോട്ട് ദർശനമായി ശിവനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ദേവിയുടെ മൂലബിംബത്തിന് പിന്നിലായി കാളിയുടെ പൂർണ്ണ രൂപത്തിലുള്ള കോലവും കാണാം. വരിക്കപ്ലാവിൻ്റെ തടിയിൽ വ്രതശുദ്ധിയോടുകൂടി കൊത്തിയെടുക്കുന്നതാണ് കോലം. പൂർണ്ണമായും തടിയിൽ നിർമ്മിക്കുന്ന കോലത്തിന് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കുവാൻ ഒരു നിശ്ചിത കാലത്തെ ഇടവേളകളിൽ പ്രത്യേക ചേരുവകൾ ചേർത്തുണ്ടാക്കിയെടുത്ത ചാന്ത് കോലത്തിൽ പൂശിയിരുന്നു. എന്നാൽ പിന്നീടത് ആചാരത്തിൻ്റെ ഭാഗമായി മാറി. ചാന്താട്ടം എന്ന വഴിപാടിൻ്റെ ഉത്ഭവം തന്നെ അങ്ങനെയാണ്. ചെമ്പുമേഞ്ഞ ശ്രീകോവിലിൻ്റെ ചുവരുകൾ തടിയാൽ നിർമ്മിതമാണ്. ചുവരുകളിൽ കൊത്തിയിരിക്കുന്ന ദാരുശില്പങ്ങൾ പ്രാചീന കാലത്തെ തച്ചുശാസ്ത്ര വൈദഗ്ധ്യത്തിൻ്റെ മഹനീയത വിളിച്ചോതുന്നു. നാലമ്പലത്തിനുള്ളിൽ ശ്രീകോവിലിന് സമീപത്തായി ശിവഭഗവാന്റെ സകുടുംബ പ്രതിഷ്ഠയുമുണ്ട്. ഒരേ ശ്രീകോവിലിന് തന്നെ 2 വാതിലുകളും അതിൽ തന്നെ തുല്യ പ്രാധാന്യമുള്ള 2 പ്രതിഷ്ഠകളോടും കൂടിയ കേരളത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ഭരണിക്കാവ്. പ്രധാന ശ്രീകോവിലിന് ചുറ്റുമായി നാലമ്പലവും അതിനു പുറത്ത് ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. നാലമ്പലത്തിന് തെക്ക് കിഴക്ക് ഭാഗത്തായി പടിഞ്ഞാറ് ദർശനമായി ഗോശാല കൃഷ്ണനെയും ബ്രഹ്മരക്ഷസിനെയും
തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി കിഴക്ക് ദർശനമായി ശാസ്താവിനെയും ഗണപതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി മുഹൂർത്തി, 2 യക്ഷിയമ്പലങ്ങൾ, നാഗരാജാവ്, നാഗയക്ഷിയമ്മ എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വിശാലമായ കുളവും കുളത്തിനോട് ചേർന്ന് ഇടതൂർന്ന് വളരുന്ന ശീതളമായ കാവും കാണാവുന്നതാണ്. ക്ഷേത്രത്തിന് വടക്ക് കിഴക്ക് ഭാഗത്തായി ക്ഷേത്രത്തോളം തന്നെ പഴക്കം ചെന്ന ഒരു കളിത്തട്ടുമുണ്ടായിരുന്നു. പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ചിരുന്ന ആ കളിത്തട്ടിലായിരുന്നിരിക്കാം പണ്ടുകാലത്ത് നാട്ടുകൂട്ടങ്ങളെന്നറിയപ്പെട്ടിരുന്ന ഗ്രാമസഭകൾ നടത്തിയിരുന്നത്. പഴയകാല ഭരണവ്യവസ്ഥയുടെ ഇനിയും നശിക്കാത്ത സ്മാരകങ്ങളിലൊന്നായിരുന്നു ആ കളിത്തട്ട്. കാലത്തിൻ്റെ മാറ്റത്തിൽ കളിത്തട്ടിനും മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തായി കിഴക്കോട്ട് ദർശനമുള്ള ഒരു ബുദ്ധപ്രതിമ പണ്ട് കാണാമായിരുന്നു. എന്നാൽ ഇന്ന് ബുദ്ധപ്രതിമയുടെ പ്രതിഷ്ഠ ക്ഷേത്രത്തിന് വടക്കുഭാഗത്തായി വടക്കോട്ട് ദർശനമായി മാറ്റി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ബുദ്ധമതത്തിൻ്റെ യൗവന കാലഘട്ടത്തിൽ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലെ പോലെ ഈ പ്രദേശത്തും ബുദ്ധമതത്തിൻ്റെ സ്വാധീനം വളരെയധികം വ്യാപിച്ചിരുന്നു. കേരളത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും ലഭിച്ച ബുദ്ധപ്രതിമകളേക്കാൾ ആകാരശ്രൗഷ്ഠവവും ശില്പസൗകുമാര്യവും രൂപഭംഗിയും ഒത്തുചേർന്ന ഒരേയൊരു ബുദ്ധപ്രതിമ ഭരണിക്കാവിലേത് മാത്രമാണ്. ഭൂമിശാസ്ത്രപരമായി നിരവധി പ്രത്യേകതകളുള്ള സ്ഥലമാണ് ഭരണിക്കാവ്. ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തായി വിശാലവും വിസ്തൃതവുമായ നടക്കാവ് കാണാവുന്നതാണ്. പൗരാണിക കാലം മുതൽ തന്നെ